മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ റാന്നിയിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് എത്തിയത്. സ്വാഗതം സാർ. ഇക്കുറി എങ്ങനെയാണ് 20-20 UDF നേടുമോ? ഈ തവണ 20-20 UDF നേടാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു നിൽക്കുകയാണ്. കാരണം കേന്ദ്ര ഭരണത്തോടും സംസ്ഥാന ഭരണത്തോടും ജനങ്ങൾക്ക് വളരെയേറെ വിരക്തിയുണ്ട്, അങ്ങേയറ്റം എതിർപ്പുണ്ട്. അവരുടെ ആ വിരക്തിയും എതിർപ്പും എല്ലാം, അവരുടെ പ്രതിഷേധമെല്ലാം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ BJP 2 അക്കം തേക്കുമെന്നാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി കേരളത്തിൽ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പ്രധാനമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ത്യയുടെ ഭാഗമാണല്ലോ മണിപ്പൂർ. ആ മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ മണിപ്പൂരിലെ ജനങ്ങൾ നിലനിൽപ്പിന് വേണ്ടി ഭയവിഹ്വലരായി കരഞ്ഞപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു സാന്ത്വനവാക്ക് പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ എത്തിയില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് മോഡിയുടെ മേൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കളങ്കം തന്നെയാണ്. ഇന്ത്യ മുന്നണിക്ക് എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഇക്കുറി ദേശീയ രാഷ്ട്രീയത്തിൽ? ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി അതിൻ്റെ അടിത്തറ കൂടുതൽ വിപുലമാക്കി വരികയാണ്. നരേന്ദ്രമോദിയുടെ ഓരോ പ്രവൃത്തിയും, ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടി, കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ നടപടിയൊക്കെ നരേന്ദ്രമോദിക്ക് തന്നെ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെയധികം നന്ദി. VM സുധീരന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. കേരളത്തിൽ 20-20 സീറ്റും UDF നേടും. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് ദേശീയ തലത്തിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സീറ്റുകൾ നേടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഭൂരിപക്ഷം നേടും എന്ന ഒരു അഭിപ്രായം കൂടി VM സുധീരൻ പറഞ്ഞിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.